ഐക്യമത്യം മഹാബലം. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിലെ മൃഗങ്ങളെല്ലാം പരസ്പരം കാരണങ്ങളില്ലാതെ കലഹിച്ചും പ്രശ്നങ്ങളുണ്ടാക്കിയും ജീവിച്ചു. കാട്ടിലെ രാജാവായ സിംഹത്തിന് ഇതൊരു തലവേദനയായി മാറി. എന്നും ഓരോരോ മൃഗങ്ങളുടെ പരാതി പരിഹരിച്ച് സിംഹത്തിന് മതിയായി. അങ്ങനെ സിംഹം ഇതിനൊരു പോംവഴി കണ്ടെത്താൻ വേണ്ടി പല വഴികളും ശ്രമിച്ചു നോക്കി. പക്ഷേ ഒന്നും നടന്നില്ല. ഒടുവിൽ സിംഹം ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം കാടിനപ്പുറമുള്ള ഒരു പട്ടണത്തിൽ നിന്ന് കുറേ മനുഷ്യന്മാർ കുറേ വണ്ടികളും സാമഗ്രികളുമൊക്കെയായി കാട്ടിലേക്ക് വരുന്നത് അകലെ നിന്ന് ഒരു കുരങ്ങൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ മനുഷ്യന്മാർ ആദ്യം കാടിനു തീയിട്ട് അതിലെ മൃഗങ്ങളെയെല്ലാം കൊല്ലാനും അത് കഴിഞ്ഞ് മരങ്ങളെല്ലാം വെട്ടി അവിടെയെല്ലാം തരിശു ഭൂമിയാക്കി വലിയ പട്ടണമുണ്ടാക്കാൻ വേണ്ടിയുള്ള പുറപ്പാടായിരുന്നു അത്. കുരങ്ങനത് മനസ്സിലാക്കി അവൻ അത് രാജാവിന് അറിയിച്ചു. രാജാവ് ഉടനെ തന്നെ ഒരു യോഗം വിളിച്ചുകൂട്ടി. എല്ലാ മൃഗങ്ങളും ഹാജരായി. സിംഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇങ്ങനെ പരസ്പരം കലഹിച്ച് നടന്ന് ദൈവം നമുക്ക് അതിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. എല്ലാവരും ദൈവത്തോട് പശ്ചാത്തപിച്ച് ഇനിയെങ്കിലും നല്ലവരാവാൻ തീരുമാനിക്കൂ. നമ്മുടെയെല്ലാം ജീവൻ ആപത്തിലാണ്. ഏതാനും മണിക്കൂറുകൾക്കകം മനുഷ്യന്മാർ നമ്മുടെ കാടിനെ ചുട്ടു ചാമ്പലാക്കി മാറ്റും. ദൈവം കനിയുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതിന് എല്ലാ മൃഗങ്ങളും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കണം. അപ്പോൾ നമുക്ക് ആ മനുഷ്യരെ തോൽപ്പിക്കാൻ സാധിക്കും. മൃഗങ്ങളുടെ നിലനിൽപ്പിനും ജീവനും ഭീഷണിയായതുകൊണ്ട് എല്ലാവരും സമ്മതിച്ചു. മൃഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മനുഷ്യന്മാർ കൂട്ടമായി കാട് കത്തിക്കാൻ വരുന്ന സ്ഥലത്തേക്ക് നടന്നു. എല്ലാ മൃഗങ്ങളും കൂടി കാടിളകി വരുന്നത് മനുഷ്യന്മാർ കണ്ടപ്പോൾ അവർ പേടിച്ചു. എല്ലാവരും അവരുടെ സാമഗ്രികളൊക്കെയായി ഓടിപ്പോയി. മൃഗങ്ങൾക്കെല്ലാം സന്തോഷമായി. അന്നു മുതൽ അവർ ഐക്യത്തോടെ ജീവിച്ചു. പിന്നീട് ആരും അവരെ ഉപദ്രവിക്കാനായി കാട്ടിലേക്ക് വന്നില്ല.